ഹലോ, ഇത് കണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാം. ഇത് കണ്ടോ? എന്തിൻ്റെ കായാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ന് ഞാൻ ഈ കായ വെച്ച് ഈ കായും കൊണ്ട് ഞാൻ കറി ഉണ്ടാക്കും. കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതുണ്ടോ? ഇതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ? ഇത് ഞാൻ ഇന്നിപ്പം ചതച്ച് വെള്ളത്തിലിട്ട് കഴുകി കറയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുന്ന പരിപ്പില്ലേ, ആ പരിപ്പ് നല്ലതായിട്ട് വേകും. കുക്കറിലിട്ട് വേവിച്ച് ഇളക്കുമ്പോൾ കുഴഞ്ഞു പോകാത്ത രീതി കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം ഇത് നല്ലതായിട്ട് കഴുകി വാരി തേങ്ങായും വെളുത്തുള്ളിയും ശകലം ജീരകവും ചെറിയ ഉള്ളി കുറച്ചേറെ എടുക്കണം, മഞ്ഞളും എല്ലാം അങ്ങോട്ട് ഒതുക്കിയിട്ട് പരിപ്പ് വെന്ത് വെച്ചതിന് ശേഷം ഇത് കറയെല്ലാം കളഞ്ഞ് കഴുകി അടുപ്പേ വെച്ച് തേങ്ങായിട്ട് ഒതുക്കി എല്ലാം കൂടെ തൂത്ത് കൂട്ടി ഒതുക്കി നല്ലതായിട്ട് പൊത്തി വെച്ച് വെള്ളം തുള്ളി പോലും ചേർക്കാതെ ഉപ്പ് പൊടി ഇട്ടിട്ട് ഇളക്കി എടുത്താൽ നല്ല ടേസ്റ്റുള്ള കറിയാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഇത് ഒരു ഔഷധ ഗുണമുള്ള കായും കൂടെയാണ്. ഈ കായ പണ്ടൊക്കെ ഇഷ്ടം പോലെ ഇത് ഞങ്ങൾ കറി വെച്ചിട്ടുണ്ട്. പണ്ട് ചെറുങ്ങടെ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ കറി വെക്കുമായിരുന്നു. നല്ല ഇതൊരു പ്രത്യേകം ഔഷധ ഗുണമുള്ള ഒരു ചെടിയുടെ കായാണ്. അതുകൊണ്ട് ഇതെന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ കറി വെച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കേ.